പത്തനംതിട്ട കലഞ്ഞൂർപ്പാടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ബൈജു ഭാര്യ വൈഷ്ണവിയോട് നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നുവെന്ന് വൈഷ്ണവിയുടെ പിതാവ് ബിജു. സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയായിരുന്നു നിരന്തരമായുള്ള വഴക്ക്. ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം അറിയില്ലെന്നും ബിജു പറഞ്ഞു. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, കൂടുതൽ ഈ കൊലപാതകങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ വ്യക്തമാകുന്നു? വീണ, ഇന്നലെ രാത്രി 11:30 നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം, അതിക്രൂരമായ കൊലപാതകം നടന്നത്. ബൈജു ഭാര്യയെയും വൈഷ്ണവിയെയും ഒപ്പം സുഹൃത്ത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന അയൽവാസി വിഷ്ണുവിനെയുമാണ് വീട്ടിലെത്തി ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീട്ടിലേക്കാണ് ഇന്നലെ രാത്രി 11:30 ബൈജു എത്തി ഭാര്യ വൈഷ്ണവിയെയും ഒപ്പം സുഹൃത്തായിട്ടുള്ള തൊട്ടടുത്ത അയൽവാസിയായ വിഷ്ണുവിനെയും മാരകായുധം കൊണ്ട് കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. മാരകമായ മുറിവാണ് ഇരുവർക്കും സംഭവിച്ചത്. തലയിൽ ഉൾപ്പെടെ ആഴത്തിലുള്ള മുറിവേറ്റു. തുടർന്ന് വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയും വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. ഇവിടുന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിഷ്ണുവിൻ്റെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം 50 മീറ്റർ അകലെ മാത്രമാണ് വൈഷ്ണവിയും ഒപ്പം ബൈജുവും താമസിക്കുന്ന വീട്. ഇവിടെ നിന്നും ഇന്നലെ ചില പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്നു. ബൈജുവും ഒപ്പം വൈഷ്ണവിയും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ, വഴക്ക് രൂക്ഷമായപ്പോൾ വൈഷ്ണവി ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. കൊടുവാളുമായി പിന്തുടർന്ന് എത്തിയ ബൈജു വൈഷ്ണവിയെ വിളിച്ചിറക്കി വീടിന് മുന്നിൽ വെച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു. മാരകമായ മുറിവേൽപ്പിച്ചു. തൊട്ട് അടുത്ത നിമിഷം തന്നെ വീടിനുള്ളിലുണ്ടായിരുന്ന വിഷ്ണുവിനെയും സിറ്റ് ഔട്ടിലേക്ക് വിളിച്ച് കൊടുവാൾ കൊണ്ട് മാരകമായ മുറിവേൽപ്പിച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു. തൽക്ഷണം തന്നെ 2 പേർക്കും അപകടം ഗുരുതരമാകുന്ന രീതിയിലുള്ള മുറിവേൽക്കുന്നു. വൈഷ്ണവിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയും ചെയ്യുന്നു. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് വൈഷ്ണവിയെ ബൈജുവിന് സംശയമായിരുന്നു. അവിഹിതം സംശയിച്ചുകൊണ്ടായിരുന്നു നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നലെ ഉണ്ടായ വഴക്കിന് കാരണമായത്. അയൽവാസിയായ വിഷ്ണുവിൻ്റെ പേര് ആരോപിച്ചുകൊണ്ടായിരുന്നു വൈഷ്ണവിയെ ഭർത്താവ് ബൈജു നിരന്തരം സംശയിച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് കൊലപാതകം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിൻ്റെ FIR-ലുള്ളത്. വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല. വിഷ്ണുവും ഒപ്പം ബൈജുവും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയില്ല. വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ് വിഷ്ണുവും ബൈജുവും. ഒരുമിച്ച് പഠിച്ച ആളുകളാണ്, സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് ജോലി ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ നിന്നും നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകുകയും ഒക്കെ തിരികെ മടങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന നല്ല സൗഹൃദമുള്ള ആളുകളായിരുന്നു ഇരുവരും ആയിരുന്നു എന്നാണ് വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നത്. പക്ഷേ വൈഷ്ണവിയും ഭർത്താവ് ബൈജുവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയായിരുന്നു നിരന്തരം പ്രശ്നങ്ങളിൽ വഴക്കുകൾ ഉണ്ടായതും പിന്നീട് വൈഷ്ണവിയുടെ മാതാപിതാക്കൾ ഇടപെട്ടുകൊണ്ട് വൈഷ്ണവിയെയും 2 മക്കളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നുണ്ട്. ഇന്നലെ നടന്ന വഴക്കിനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. 2 മക്കൾ മാത്രമായിരുന്നു ഈ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്, എന്താണ് കാരണം എന്നുള്ളത് വ്യക്തതയില്ല എന്നാണ് വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ പ്രതി ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടുതൽ പോലീസ് വിശദമായിട്ടുള്ള ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഈ അവിഹിതത്തിനപ്പുറം, ഈ ഭാര്യയെ സംശയിക്കുന്നതിനപ്പുറമുള്ള എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അവിഹിതത്തെ തുടർന്നുള്ള സംശയത്തെ തുടർന്നുള്ള വഴക്കാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2 പേരെയും വെട്ടിക്കൊലപ്പെടുത്തുന്നതിനുള്ള കാരണം, ബൈജു ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുന്നതിനുള്ള കാരണം വൈഷ്ണവിയോടുള്ള സംശയമായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ നിരന്തരമായി സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി ഈ ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് വൈഷ്ണവിയുടെ പിതാവ് ബിജു പറയുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഈ FIR-ലുള്ളതിന് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെയും പോലീസ് ഇവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു. വിശദമായിട്ടുള്ള മൊഴി ഇനി വരും മണിക്കൂറുകളിൽ ഈ ബിജുവിൻ്റെ രേഖപ്പെടുത്തും. ആ സമയം
സമയത്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും ബന്ധുക്കളടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പോലീസ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അറിയേണ്ടത് ഈ പോലീസിൻ്റെ ഇപ്പോഴത്തെ FIR-നപ്പുറമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. വീണ.